ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പേപ്പർ 2ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പേപ്പർ 1ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പേപ്പർ 2ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്രീകരണത്തെയും ശ്രേണിയെയും പിന്തുണയ്ക്കുന്ന എന്നാൽ നേതൃത്വം തുല്യതയും സ്വാതന്ത്ര്യവും സന്തുലിതമാക്കണമെന്ന ഊന്നിപ്പറയുന്നവ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഫയോളിൻ്റെ തത്വങ്ങൾ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കേന്ദ്രീകരണത്തെയും ശ്രേണിയെയും പിന്തുണയ്ക്കുന്ന എന്നാൽ നേതൃത്വം തുല്യതയും സ്വാതന്ത്ര്യവും സന്തുലിതമാക്കണമെന്ന് ഊന്നിപ്പറയുന്നവ ഏതാണ്? ഫയോളിൻ്റെ തത്വങ്ങൾ. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫയോളിൻ്റെ തത്വങ്ങളാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാദം എന്താണ്? ആകസ്മിക സിദ്ധാന്തം ഒരു മികച്ച മാർഗം എന്ന ആശയത്തെ നിരാകരിക്കുന്നു. കാരണം എന്താണ്? ഇത് വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ എ, രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. പ്രസ്താവന അനുമാനങ്ങൾ. പ്രസ്താവന എന്താണ്? എല്ലാ സ്ഥാപനങ്ങളിലും അനൗപചാരിക ആശയവിനിമയം നിലനിൽക്കുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും പ്രസ്താവന എന്താണ്? എല്ലാ സ്ഥാപനങ്ങളിലും അനൗപചാരിക ആശയവിനിമയം നിലനിൽക്കുന്നു. അനുമാനങ്ങൾ എന്തൊക്കെയാണ്? ജീവനക്കാർ സാമൂഹിക ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. അനൗപചാരിക സംവിധാനം എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുന്നതാണ് രണ്ട് അനുമാനങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം അനുമാനിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. മൂന്നിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഒന്ന് മാത്രം അനുമാനിച്ചു എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം. വാദം കാരണം എന്നാണ്. വാദം എന്താണ്? സംഘടനാ സംസ്കാരം പ്രകടനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ വാദം. കാരണം എന്താണ്? പങ്കിട്ട മൂല്യങ്ങൾ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വരും, നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നാലിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം. പ്രസ്താവന അനുമാനങ്ങളാണ്. പ്രസ്താവന സ്വഭാവ സിദ്ധാന്തം പറയുന്നത് നേതാക്കൾ ജനിക്കുന്നുവെന്ന് ആണ്. അനുമാനങ്ങൾ എന്തൊക്കെയാണ്? നേതൃത്വ ഗുണങ്ങൾ ജന്മസിദ്ധാന്തമാണ്. രണ്ടാമത്തേതാണ് നേതൃത്വ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം അനുമാനിച്ചു എന്നുള്ളതാണ്. അഞ്ചിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം അനുമാനിച്ചു. ഇനി ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആറാമത്തെ ചോദ്യം വാദവും കാരണവും എന്നുള്ളതാണ്. വാദം എന്താണ്? മാക്സ് വെബർ കാര്യക്ഷമതയ്ക്കായി ഉദ്യോഗസ്ഥ വൃന്ദത്തെ വാദിച്ചു. കാരണം എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദം വ്യക്തമായ നിയമങ്ങൾ, ശ്രേണീക്രമം, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രമോഷൻ എന്നിവ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ആറിൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു. രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യം എന്താണ്? ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ്. മെക്കാനിസവും പ്രവർത്തനവും തന്നിട്ടുണ്ട്. ഏറ്റവും അനുയോജ്യമായ സംവിധാനം ഇതിലേതെന്നാണ്? സോഷ്യൽ ഓഡിറ്റ്, പൗര അവലോകനം, ജുഡീഷ്യൽ അവലോകനം, നിയമപരിശോധന, ഓംബുഡ്സ്മാൻ, പരാതി പരിഹാരം. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും അനുയോജ്യമായ സംവിധാനം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇതിനകത്ത് അനുയോജ്യമായ സംവിധാനമായിട്ട്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോഷ്യൽ ഓഡിറ്റ് ആണ് വരുന്നത്. ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ എ, സോഷ്യൽ ഓഡിറ്റ് ആണ് വരുന്നത്. എട്ടാമത്തെ ചോദ്യം. ബജറ്റ് ചെലവുകളുടെ വിശദാംശങ്ങൾ അറിയാൻ പൗരന്മാർ ഒരു RTI അപേക്ഷ സമർപ്പിക്കുന്നു. നല്ല ഭരണത്തിൻ്റെ ഏതു തത്വമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എട്ടിൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ്. സുതാര്യതയാണ് വരുന്നത്. എട്ടിൻ്റെ ആൻസറും ഓപ്ഷൻ എ, സുതാര്യതയാണ് വരുന്നത്. ഒൻപതാമത്തെ ചോദ്യം. പ്രസ്താവന ഗവേൺ സേവനം വിതരണം മെച്ചപ്പെടുത്തുന്നു. അപ്പം നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇത് കാലതാമസം കുറച്ചു, ഇത് എല്ലായ്പ്പോഴും പ്രവേശന സമത്വം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം പിന്തുടരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഒന്ന് മാത്രം പിന്തുടരുന്നു. അതായത് ഇത് കാലതാമസം കുറച്ചു എന്നുള്ളതാണ്. ഒമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പത്താമത്തെ ചോദ്യം. ഉയർന്ന മത്സരാധിഷ്ഠിതമായ ഒരു സ്ഥാപനത്തിൽ ചേർന്നതിന് ശേഷം ഒരു ജീവനക്കാരൻ നേട്ടങ്ങൾക്കും സ്റ്റാറ്റസ് ചിഹ്നങ്ങൾക്കും നിരന്തരം പ്രശംസ തേടുന്നു. ഏത് ആവശ്യമാണ് ഏറ്റവും സജീവമായത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ആദരവാണ് കേട്ടോ. 10ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ആദരവാണ്. 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം. മിൻസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ്
മാനേജർമാരുടെ തീരുമാനത്തിൻ്റെ പങ്ക് അല്ലാത്തത് ഏതെന്നാണ്? 11ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മോണിറ്റർ ആണ് കേട്ടോ. 11ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, മോണിറ്റർ ആണ് വരുന്നത്. 12ാമത്തെ ചോദ്യം നോക്കാം. മാനേജ്മെൻറ്റിലേക്കുള്ള ആകസ്മിക സമീപനം ഊന്നി പറയുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 12ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ സാഹചര്യ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. 12ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 13 ഈ തത്വങ്ങളിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് TQM കേന്ദ്രബിന്ദു ഏതാണ്? അപ്പോൾ ഈ തത്വങ്ങളിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ കേന്ദ്രബിന്ദു ഏതെന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 13ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഉപഭോക്തൃ ശ്രദ്ധയും തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളാണ്. അപ്പോൾ ഇതിൽ 13ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഉപഭോക്തൃ ശ്രദ്ധയും തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളും എന്നുള്ളതാണ് 13ൻ്റെ ആൻസറായിട്ട് വരുന്നത്. 14 നോക്കാം. ധാർമ്മിക തീരുമാനമെടുക്കലിലെ പ്രയോജനപരമായ സമീപനം ഡാഷ് പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓരോ തീരുമാന ബദലിൻ്റെയും എല്ലാ കക്ഷികളിലും ഉള്ള സ്വാധീനം ഏറ്റവും കൂടുതൽ ആളുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 15 എന്നെന്ന് നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് ആജ്ഞയുടെ ഏകത്വം എന്ന തത്വത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്നത്? 15ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തരവാദിത്തത്തിലെ വ്യക്തതയ്ക്കായി ഒരു ജീവനക്കാരൻ ഒരൊറ്റ സൂപ്പർവൈസറിൽ നിന്ന് ഓർഡറുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. 15ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 16ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 16ാമത്തെ ചോദ്യം എന്താണ്? ജെയിംസ് തോംസൺ സാങ്കേതിക വിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏത് പട്ടികയിലാണ്? അപ്പോൾ എന്താണ്? ജെയിംസ് തോംസൺ സാങ്കേതിക വിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏത് പട്ടികയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലോങ് ബാച്ച് സാങ്കേതികവിദ്യ. ഓപ്ഷൻ ഡി ആണ് 16ൻ്റെ ആൻസർ, ലോങ് ബാച്ച് സാങ്കേതികവിദ്യ. 17 താഴെ പറയുന്നവൽ ഏതാണ് നേതൃത്വ ശൈലികളുടെ കാര്യത്തിൽ പൊരുത്തപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. 17ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. മിഷിഗൻ പഠനങ്ങൾ മിഡിൽ ഓഫ് ദ റോഡ് എന്നുള്ളതാണ് പൊരുത്തപ്പെടാത്തത്. അപ്പോൾ 17ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 18 സ്കെലാർ ചെയിൻ പ്രധാനമായി സൂചിപ്പിക്കുന്നത് എന്തെന്നാണ്? സ്കെലാർ ചെയിൻ ആണ്. സ്കെലാർ ചെയിൻ അതിന് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. മുകളിൽ നിന്ന് താഴേക്ക് അധികാരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ലംബമായ ഒഴുക്ക് എന്നുള്ളതാണ് സ്കെലാർ ചെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 18ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 19 2013 കമ്പനി ആക്ട് പ്രകാരം CSR പാലിക്കൽ നിരീക്ഷിക്കുന്നതിന് ഏത് ഇന്ത്യൻ അതോറിറ്റിയാണ് ഉത്തരവാദി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 19ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് 19ൻ്റെ ആൻസറായിട്ട് വരുന്നത്. 20 ഭാവിയിലെ വിവിധ ഫലങ്ങൾ പ്രവചിക്കുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും ഇങ്ങനെ വിവരിക്കുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് 20ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, സാഹചര്യ ആസൂത്രണമാണ്. 21 നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഓപ്ഷനുകൾ 1, 3, 4 ശരിയാണ്. അപ്പോൾ ഏതാണ് 1, 3, 4 ശരിയാണ് കേട്ടോ. അങ്ങനെയാണ്. 21ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 22 രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി എന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷനുകൾ 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ് കേട്ടോ. ഏതാണ് ശരി എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 22ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 23ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ ബി ആണ്. ഓപ്ഷനുകൾ 1, 3, 4 ശരിയാണ്. അപ്പോൾ ഓപ്ഷനുകൾ 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 തെറ്റാണ് കേട്ടോ. അപ്പം 1, 3, 4 ആണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 23ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 24ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ശരിയായ കാലക്രമം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. അപ്പം ഏതാണെന്ന് നോക്കാം. രാജേന്ദ്ര പ്രസാദാണ് ആദ്യം വരുന്നത്. അതിനുശേഷം ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് വരുന്നത്. അതിനുശേഷം ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഏറ്റവും അവസാനമാണ് ആരെ വരുന്നത്? ഡോക്ടർ VV ഗിരി വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2, 1, 3, 4 2, 1, 3, 4 കേട്ടോ. ക്ലിയർ ആണ്. 24ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 25 നോക്കാം. മൗലിക കടമകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത്. മൗലിക കടമകളെക്കുറിച്ചുള്ള 25ാമത്തെ ചോദ്യമാണ്. 25ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷനുകൾ 1, 3, 4 ശരിയാണെന്നാണ്. അതായത് ഓപ്ഷനുകൾ 1,
3ഉം 4ഉം ശരിയാണ്. 25ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. 26ാമത്തെ ചോദ്യം, പാർലമെൻ്ററി പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 26ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ഓപ്ഷനുകൾ 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷനുകൾ 1, 2, 4 ശരിയാണ്. 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1, 2, 4 ശരിയാണ്. ഓപ്ഷനുകൾ 1. അപ്പം 26ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷനുകൾ 1ഉം 2ഉം 4ഉം ശരിയാണ്. ഇനി നമുക്ക് 27ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ബി പ്രതിഭ പാട്ടീലാണ്. 28 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതികളിൽ പൊതു താൽപ്പര്യ ഹർജികൾ PIL ഫയൽ ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 28ൻ്റെ ആൻസർ ഏതാണ്? 28ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 226 ആണ് കേട്ടോ. 28ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 226 ആണ് വരുന്നത്. 29 താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഇല്ലാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതിൻ്റെയാണ്? ഓപ്ഷൻ ഡി തമിഴ്നാടിനാണ് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഇല്ലാത്തത്. ഉത്തർപ്രദേശിലുണ്ട്, ബീഹാറിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അപ്പോൾ തമിഴ്നാടാണ് ആൻസറായിട്ട് വരുന്നത്. 29ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തമിഴ്നാടാണ്. 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് വ്യക്തമായി പരാമർശിക്കാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. ഇഞ്ചക്ഷൻ. 30ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇഞ്ചക്ഷൻ ആണ്. 31 ഇന്ത്യൻ രാഷ്ട്രപതി തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് നൽകുന്നത് രാഷ്ട്രപതി? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്കാണ് നൽകുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ്. 32ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 74 ആണ് കേട്ടോ. 32ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 74 ആണ്. 33ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 33ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം പ്രാബല്യത്തിലാണെങ്കിൽ സംസ്ഥാന പട്ടികയിലുള്ള ഏത് കാര്യത്തിലും നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 250 ആണ് കേട്ടോ. 34 നോക്കാം. 34 അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്ത് താഴെ പറയുന്ന മൗലികാവകാശങ്ങളിൽ ഏതൊക്കെ അവകാശങ്ങൾ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 20ഉം 21ഉം കേട്ടോ. 34ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 34ൻ്റെ ആൻസർ ആർട്ടിക്കിൾ 20ഉം 21ഉം. 35 ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കറണ്ട് അഫെയർ ആണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ഇനി 36ാമത്തെ ചോദ്യം, ഒരു അഖിലേന്ത്യാ സർവീസിലോ 36ാമത്തെ ചോദ്യം, ഒരു അഖിലേന്ത്യാ സർവീസിലെയോ ഒരു സംസ്ഥാനത്തിൻ്റെ സിവിൽ സർവീസിലെയോ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സിവിൽ സർവീസിലെയോ അംഗമായ അല്ലെങ്കിൽ ഒരു യൂണിയനോ സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരു സിവിൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെയും അയാൾ നിയമിക്കപ്പെട്ട അധികാരത്തിന് കീഴിലുള്ള ഒരു അധികാരിയെയും പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്യരുത്. ഈ വകുപ്പ് താഴെ പറഞ്ഞതിന് ബാധകം അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 36ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. 36ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 വരുന്നത് കേട്ടോ. 4ാമത്തെ സ്റ്റേറ്റ് മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അപ്പോൾ ബാധകമല്ലാത്തെന്ന് പറഞ്ഞ ഓപ്ഷൻ, അപ്പോൾ എല്ലാം ശരിയായിട്ടുള്ളതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 36ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4 കേട്ടോ. 4 വരുന്നത്. 37ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 317 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുക. ആർട്ടിക്കിൾ 317 ഇതിനെക്കുറിച്ച് ഏതാണ്? ഓപ്ഷൻ എ ആണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലുമാണ് 317 പറയുന്നത്. 337ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 38 അധിനിവേശ മേഖലയെക്കുറിച്ചുള്ള സിദ്ധാന്തം വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 38ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 254 ആണ്. 39 GST കൗൺസിലിൻ്റെ അധ്യക്ഷനാരാണ്? ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. 39 ബി ആണ് ആൻസർ. 40 ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഏതിൽ വിധിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയും മറ്റുള്ളവയുമാണ്. 40ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 41ാമത്തെ ചോദ്യം നോക്കാം. കേരളം ഒരു
കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ നേരിടുന്നു. കാരണം ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ എന്നുള്ളതാണ്. 41ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 42 എല്ലാ സംസ്ഥാനങ്ങളുടെ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സർക്കാരിൻ്റെ സ്വന്തം നികുതി വരുമാന വിഹിതം എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം 42ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ശരാശരിയേക്കാൾ കൂടുതലാണ് കേട്ടോ, ശരാശരിയേക്കാൾ കൂടുതലാണ്. 42 ബി ആണ്. 43 കേരളത്തിൻ്റെ സർക്കാർ ചെലവ് ഘടനയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി എന്നാണ്. അപ്പോൾ 43ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രമാണ് കേട്ടോ, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം 43ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയെ ചരിത്രപരമായി ഏറ്റവും നന്നായി വിവരിക്കുന്ന സവിശേഷത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ചെറുകിട ആൻസർ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ചെറുകിട വിഭവ അധിഷ്ഠിതവും കുറഞ്ഞ സാങ്കേതിക വിദ്യാപരവുമായതെന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് 44ൻ്റെ ആൻസർ വരുന്നത്. 45ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ വിദേശ പണമടയ്ക്കലിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള 45ൻ്റെ വരുന്നത്. 45ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി 46ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ പണമടയ്ക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതം ഏതാണ്? കേരളത്തിൽ 46ാമത്തെ ചോദ്യം. കേരളത്തിൽ പണമയക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കൃഷിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കൽ കേട്ടോ. 46ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 47 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കേരളത്തിൻ്റെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജനന നിരക്ക് കുറയുന്നതും പ്രായമാകുന്ന ജനസംഖ്യയുമാണ്. 47 ഡി ആണ്. 48 കേരളത്തിൻ്റെ തൊഴിൽ ഡേറ്റ കാണിക്കുന്നത് കൃഷി GSDPയിൽ അതിൻ്റെ വിഹിതത്തേക്കാൾ വളരെ കൂടുതൽ ആളുകളെയാണ് ജോലിക്കെടുക്കുന്നത് എന്നാണ്. ഈ പൊരുത്തക്കേട് എന്താണ് സൂചിപ്പിക്കുന്നത്? 48ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർഷിക മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ കുറവാണ് എന്നുള്ളതാണ് വരുന്നത്. 49ാമത്തെ ചോദ്യം. കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന ഡാറ്റ പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും സാധുതയുള്ള നിഗമനം ഏതെന്നാണ് ചോദിക്കുന്നത്. 49ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കേരളത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം വിദ്യാസമ്പന്നർക്കിടയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 49 ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 50ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ദാരിദ്ര്യ നിരക്കാണ് കേരളത്തിൻ്റെ ബഹുജന ദാരിദ്ര്യ നിരക്ക് സൂചികയിൽ 0.002. ഈ കണ്ടെത്തലുമായി ഏറ്റവും യോജിക്കുന്ന വ്യാഖ്യാനം ഏതാണെന്നാണ് ചോദിച്ചത്. 50ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ശക്തമായ സാമൂഹിക കരുതലും മാനവ വികസന ഫലങ്ങളും കുറഞ്ഞ ദാരിദ്ര്യം നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ 50ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി നമുക്ക് 51ാമത്തെ ചോദ്യം നോക്കാം. 51ാമത്തെ ചോദ്യം എന്താണ്? 1981 മുതൽ കേരളത്തിൻ്റെ മൊത്തം കൃഷിഭൂമിയുടെ വിസ്തീർണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. ഇതിൽ നിന്ന് എന്ത് നയപരമായ ആശങ്കയാണ് ഉയരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന നഗരവൽക്കരണവും ഭൂവിനിയോഗ മാറ്റവുമാണ് വരുന്നത്. 51ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 52ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 52ാമത്തെ ചോദ്യം. കേരളത്തിലെ ജലസേചന സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് കിണറുകളാണ്. ജലസേചനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ് എന്നാണ്. ഈ ആശ്രയത്വത്തിൻ്റെ നിർണായകമായ പ്രത്യാഘാതം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭൂഗർഭ ജല ശോഷണ സാധ്യതയിൽ കൃഷിയെ സുസ്ഥിരമല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 53ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ 2025-26 ബജറ്റ് പ്രധാനമായും സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഊന്നൽ നൽകുന്നത് ഇവയാണെന്നാണ്. 53ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഉയർന്ന സ്വന്തം നികുതി വരുമാനം സമാഹരിക്കുക. 54ാമത്തെ ചോദ്യം. 2025-26 കേരളത്തിൻ്റെ ധനക്കമ്മി ലക്ഷ്യം ഏകദേശം എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, GSDPയുടെ 3.4%. 3.4% ആണ്.
55-ാമത്തെ ചോദ്യം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്ന നടപടി ഏതാണ് എന്നാണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പുനരുപയോഗ ഊർജ്ജവും ഹരിത ഗതാഗത സംരംഭങ്ങളുമാണ് വരുന്നത്. 56-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 56, താഴെ പറയുന്നവയിൽ ഏതാണ് കേരള മോഡലിൻ്റെ വിരോധാഭാസം വിശദീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഉയർന്ന സാക്ഷരതയും സാമൂഹിക വികസനവും ഉണ്ടായിരുന്നിട്ട് ഉയർന്ന തൊഴിലില്ലായ്മയാണ്. 57-ാമത്തെ ചോദ്യം, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭങ്ങൾക്ക് ഭാഗമായത് ഇനി പറയുന്നവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 57ന് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 2, 3 ഇന്നൊവേഷൻ ഗ്രാൻഡ്, ഗവേഷണ വികസന ഗ്രാൻഡ്, സ്ത്രീകൾക്കുള്ള സാങ്കേതികവിദ്യ, വാണിജ്യവൽക്കരണ പിന്തുണ. അപ്പോൾ അതിൻ്റെ ആൻസർ 57ന് വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 2, 3. 58ാമത്തെ ചോദ്യം, മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വികസന അനുഭവത്തെ ഏറ്റവും ശക്തമായി വേർതിരിക്കുന്ന ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആദ്യം സാമൂഹ്യ വികസനം പിന്നീട് വളർച്ച. എന്നുള്ളതാണ് 58ൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 59, കേരളത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും സ്റ്റാർട്ടപ്പുകളുടെ ഉയർച്ചയെ പലപ്പോഴും ഇതിലേക്കുള്ള ഒരു നീക്കമായി പരാമർശിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. മസ്തിഷ്ക നേട്ടവും നവീകരണവും നയിക്കുന്ന വളർച്ചയും എന്നാണ്. 60ാമത്തെ ചോദ്യം, 2019-21 SRS ഡാറ്റ പ്രകാരം കേരളത്തിൻ്റെ ആയുർദൈർഘ്യം ഏകദേശം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 75 വർഷമാണ് കേട്ടോ. 60 ആൻസർ ഓപ്ഷൻ സി 75 വർഷമാണ്. 61ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിൻ്റെ മുൻനിര സംരംഭം ഏത് പരിപാടി ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കുടുംബശ്രീയാണ്. 62, നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 62ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദേശീയ ശരാശരിയേക്കാൾ കുറവാണെന്നാണ് കേട്ടോ. 63ാമത്തെ ചോദ്യം, 13ാം പദ്ധതിയുടെ 4 ദൗത്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 63ാമത്തെ ചോദ്യം, അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ആണ് കേട്ടോ. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. 64ാമത്തെ ചോദ്യം, CDS UN 1975 പഠനമനുസരിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ പ്രാഥമിക സംഭാവന എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സാമൂഹ്യ സാമ്പത്തിക തലങ്ങളിലുടനീളം ലംബമായ സാമൂഹിക ചലനം പ്രോത്സാഹിപ്പിക്കുന്നു. 64ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 65ാമത്തെ ചോദ്യം എന്താണ്? കേരളത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 65ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. IT പാർക്കുകളും ഉന്നത വിദ്യാഭ്യാസ വികാസവും. ഇനി 66ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നയത്തിൽ താഴെ പറയുന്ന അവകാശങ്ങളിൽ ഏതാണ് ഊന്നി പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 66ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 കേട്ടോ. അപ്പോൾ എല്ലാം ഊന്നി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ 1, 2, 3 ആൻസറായിട്ട് വരുന്നത്. 66ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 67, ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ റബ്ബറും സുഗന്ധ വ്യഞ്ജനങ്ങളും എന്നാണ്. 68ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാരംഭഘട്ട പിന്തുണ നൽകുന്നത് ഇനി പറയുന്ന രൂപങ്ങളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാം വരും. ഇന്നൊവേഷൻ ഗ്രാൻറ്റുകൾ, വിത്ത് വായ്പകൾ, പേറ്റൻറ്റ് പിന്തുണ, ഗവേഷണ വികസന ഗ്രാൻറ്റുകൾ. 68ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4. 69ാമത്തെ ചോദ്യം, 13ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിൽ ഇനി പറയുന്നവൽ ഏതാണ് കൂടുതൽ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചെടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലിംഗ ബജറ്റിംഗ് ആണ്. ഓപ്ഷൻ ഡി ലിംഗ ബജറ്റിംഗ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ലിംഗ ബജറ്റിംഗ് ആണ്. 70ാമത്തെ ചോദ്യം, കേരളത്തിലെ വാർദ്ധക്യ ജനസംഖ്യ ഒരു വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നതിന് പ്രധാനമായ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് ആശ്രിതത്വ അനുപാതം വർദ്ധിപ്പിക്കുന്നു. 71ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പരിസ്ഥിതി സംരക്ഷണ ഏജൻസി EPA പ്രകാരം സൾഫർ ഡൈ ഓക്സൈഡ് ഉദ്വമനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ഇനി പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകൾ എന്നാണ്. 72, ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനമാണ് കേട്ടോ. 73ാമത്തെ ചോദ്യം, ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, ശരിയായിട്ടുള്ളതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത് 73ൻ്റെ ആൻസറായിട്ട്. 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 73 ആൻസർ ബി ആണ്.
74 എന്താണ് ഗ്രീൻ ഓഡിറ്റിങ്ങിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പാരിസ്ഥിതിക ആഘാതവും സുസ്ഥിരതയും വിലയിരുത്തലാണ്. 74 ഓപ്ഷൻ ബി ആണ്. 75 ഇന്ത്യയിലെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 75 ആൻസർ ഓപ്ഷൻ സി ആണ്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് 75 ആൻസർ. 76 ചോദ്യം നോക്കാം. വായു മലിനീകരണത്തെയും അനുബന്ധ സംരംഭങ്ങളെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 76 ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 76 ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. 77 EIA പ്രകാരം 77 ചോദ്യം EIA പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം എന്നുള്ളതാണ്. 77 ഓപ്ഷൻ എ ആണ്. 78 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒരു കുട നിയമനിർമ്മാണമായി കണക്കാക്കപ്പെടുന്ന നിയമം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 ആണ്. 79 നഗരപ്രദേശങ്ങളിൽ കണികാ മലിനീകരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സുകൾ എന്താണ്? PM മലിനീകരണത്തിൻ്റെ സാധ്യതയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്താണ്? 79 ആൻസർ ഓപ്ഷൻ എ ആണ്. വ്യാവസായിക ഉദ്ഭവനവും വാഹന ഉദ്ഭവനവും ശ്വസന പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്നുള്ളതാണ്. 79 ഓപ്ഷൻ എ ആണ്. 80 ചോദ്യം സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പ്രധാന പരിഗണനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? 80 ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് പറയുന്നത്. ഇനി 81 ചോദ്യം നോക്കാം. ദുരന്ത നിവാരണത്തിൻ്റെ ഘടനാപരമായ ലഘൂകരണത്തിൽ നിന്ന് ഘടനാപരമല്ലാത്ത ലഘൂകരണത്തെ വേർതിരിക്കുന്ന ഇനി പറയുന്നവൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 81 ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 81 ആൻസർ ഓപ്ഷൻ ബി ആണ്. 82 ദുരന്ത നിവാരണ ചക്രത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലഘൂകരണമാണ് കേട്ടോ. ഓപ്ഷൻ സി ലഘൂകരണമാണ്. 83 ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. 83 ഓപ്ഷൻ സി ആണ്. NDRFനെ നിയന്ത്രിക്കുകയും വിന്യസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 83 ഓപ്ഷൻ സി ആണ്. 84 പ്രതികരണ ഘട്ടത്തിൽ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം IGS നിർണായകമാണ്. കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. 84 ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത ദുരന്ത സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിലധികം ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിന് ഇതൊരു സ്റ്റാൻഡേർഡ് ഫ്ലെക്സിബിൾ ഘടന നൽകുന്നു എന്നുള്ളതാണ്. 85 ചോദ്യം നോക്കാം. 85 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം താൽക്കാലിക ഷെൽട്ടറുകൾ നൽകൽ വെസസ് സ്ഥിരമായ ഭവന നിർമ്മാണമാണ്. 85 സി ആണ്. ഇനി 86 ചോദ്യം ആൻസർ പറയുവാണ്. 86 ചോദ്യം ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത് ആയി വീഡിയോ. 86 ചോദ്യം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 87 ആൻസർ വരുന്നു ഓപ്ഷൻ ബി ആണ് വരുന്നത്. 88 ആൻസർ ഏതാണ് വരുന്നത് നോക്കാം. ഓപ്ഷൻ ബി സെക്ഷൻ 14 ആണ് 88 വരുന്നത്. 89 ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഘടനാപരമായ ലഘൂകരണമാണ് വരുന്നത്. 90 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി കസ്റ്റംസ് ക്ലിയറൻസ് വിസകൾ സഹായദാതാക്കളെ അംഗീകരിക്കൽ എന്നിവയ്ക്ക് വ്യക്തമായ നിയമ ചട്ടക്കൂടിൻ്റെ അഭാവം എന്നുള്ളതാണ്. 91 ചോദ്യം നോക്കാം. 91 ചോദ്യം നല്ല ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 92 ഇനി പറയുന്നവൽ ഏതാണ് ഇന്ത്യയിൽ ഗവേൺസിന് വെല്ലുവിളി അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബഹുഭാഷാ ഡിജിറ്റൽ വിഭവങ്ങളുടെ സമൃദ്ധി എന്നുള്ളതാണ്. 93 താഴെ പറയുന്നതിലൂടെ പ്രധാനമായും ഗവേൺസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അഴിമതി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 93 ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. സേവന വിതരണത്തിൽ മനുഷ്യ ഇടപെടൽ കുറയ്ക്കലാണ്. 94 ചോദ്യം ഗവേൺസ് സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് 94 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 ഡി ആണ്. അതായത് സേവ എന്ന് പറയുന്ന ഓൺലൈൻ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 2 സി ആണ്. 2 MCA 21 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫയലിംഗ് ആണ് വരുന്നത്. 3 ബി ആണ്. അതായത് ഭൂമി സിസ്റ്റം ലാൻഡ് റെക്കോർഡുകൾ ഡിജിറ്റലൈസേഷൻ ആണ് വരുന്നത്. കോട്ട് എന്ന് പറഞ്ഞാൽ കേസ് വിവര ആക്സസുകളാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് 94 ആൻസറായിട്ട് വരുന്നത്. 95 ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം DSS ഒരു വിദഗ്ധ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ആൻസർ 95 ആൻസറും ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. 96 ചോദ്യം നോക്കാം.
താഴെ പറയുന്നതിൽ ഏതാണ് 2000-ലെ IT ആക്ടിലെ വ്യവസ്ഥ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. 96-ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബയോമെട്രിക് ആധാർ പ്രമാണീകരണത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. 97 ഗവേൺസ് പ്രോത്സാഹനങ്ങളുടെ സ്വാധീനം സർവേ കാണിക്കുന്നു. സർവേയിൽ നിന്ന് ഏത് നിഗമനമാണ് ഏറ്റവും സാധ്യതയുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഗവേൺസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സംതൃപ്തിയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തി അഴിമതി കുറച്ചു. 97 ഓപ്ഷൻ സി ആണ്. 98 കേരളത്തിലെ അക്ഷയ പദ്ധതി പ്രധാനമായി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. 98-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പൗര കേന്ദ്രീകൃത സാക്ഷരതയും സേവന വിതരണവുമാണ്. 99-ാമത്തെ ചോദ്യം, വിവരസുരക്ഷയിൽ എൻക്രിപ്ഷൻ്റെ പങ്ക് ഇനി പറയുന്നവരിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അംഗീകൃത കക്ഷികൾക്ക് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് ഇത് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. 100-ാമത്തെ ചോദ്യം, ഈ കേസ് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഒരു പുതിയ ടെൻഡറിംഗ് പ്ലാറ്റ്ഫോം നടപ്പിലാക്കുന്നു. ഒരു 10 വർഷത്തിനുള്ളിൽ ലേല സുതാര്യത മെച്ചപ്പെടുത്തുന്നു. ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം വർദ്ധിക്കുന്നു. ചെലവ് ലാഭിക്കുന്നു. ഏതൊക്കെ ഭരണതത്വങ്ങളാണ് ഇവിടെ നേരിട്ട് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. തുല്യത, സുതാര്യത, കാര്യക്ഷമത എന്നുള്ളതാണ്. തുല്യത, സുതാര്യത, കാര്യക്ഷമത എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 2-ൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയുടെ ആൻസേഴ്സായിട്ട് വരുന്ന ആൻസേഴ്സാണ് നമ്മളിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മുടെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായിട്ടും പുതിയൊരു ക്ലാസ്സുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു ഓൾ.